കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസുമായി പി വി അൻവർ ഇനി മുതൽ ചേർന്ന് പോകുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഇനി മുന്നണിയിൽ പൂർണ്ണമായില്ലെങ്കിലും മുന്നണിയോട് ചേർന്ന് നിൽക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. വി ഡി സതീശൻ ആലിംഗനം ചെയ്തുകൊണ്ട് പി വി അൻവറിനെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ സമയത്ത് തന്നെ നമ്മളിൽ പലരും അല്ലെങ്കിൽ മറ്റു പല മാധ്യമങ്ങളും ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു ബേപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ബേപ്പൂരിൽ പി വി അൻവറിന് ഒരു സീറ്റ് കോൺഗ്രസ് നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. വെറും സാധ്യത മാത്രമായിരുന്നു നമ്മൾ അതിനെ കണ്ടതെങ്കിൽ ഇപ്പോൾ അത് ഉറപ്പിക്കുന്ന രീതിയിലാണ് പല ഫ്ലെക്സ് ബോർഡുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സമയത്ത് പി വി അൻവർ ബേപ്പൂരിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്തുകൂടി ഫ്ലെക്സ് ബോർഡ് വരിക, അതിന് പിന്നാലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പി വി അൻവർ ബേപ്പൂരിന് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഫ്ലെക്സ് ബോർഡ് വരിക. യഥാർത്ഥത്തിൽ പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ഇതുവരെ അവരുടെ ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥികളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന ആളായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളൊരു ഊഹാപോഹങ്ങൾ പോലും കോൺഗ്രസ് ഇതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അവരുടെ സംഘടനാ സമ്മേളനമൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് ഏകദേശം ജനുവരിയിൽ തന്നെ എല്ലാ ഏകദേശ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പോകുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. നമുക്കറിയാം പി വി അൻവറിനെ പറ്റി. പി വി അൻവർ എങ്ങനെയാണ് UDF-ലേക്ക് വീണ്ടും വന്നത്, അല്ലെങ്കിൽ CPM-ൽ നിന്നും വിട്ടുനിന്ന് നിലമ്പൂരിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുക, ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക, സ്വതന്ത്രനായിട്ട് മത്സരിച്ച പി വി അൻവർ തോറ്റതിന് ശേഷം UDF-ലേക്ക് വീണ്ടും തിരികെ വരിക. UDF ഒരു അസോസിയേറ്റ് അംഗമായിട്ട് മാത്രമാണ് പി വി അൻവറിനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പി വി അൻവറിന് ഒരു സീറ്റ് കൊടുക്കും, ഉറപ്പാണ്. ഇപ്പം പി വി അൻവറിന്റെ സംഘടനയെ മുഴുവൻ തങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും പി വി അൻവറിനൊരു സീറ്റ് കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെയാണ് സി കെ ജാനുവിനെയും അസോസിയേറ്റ് മെമ്പറായിട്ടാണ് എടുത്തുള്ളത്. സി കെ ജാനുവിന്റെ പാർട്ടിയും UDF-ലേക്ക് ലയിച്ചു. അപ്പോൾ അങ്ങനെ പാർട്ടി UDF-ലേക്ക് ലയിക്കുമ്പോൾ ഒരു സഖ്യ സംഘടന പാർട്ടിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു സീറ്റായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ 2 സീറ്റായിരിക്കും കൊടുക്കുന്നത്. ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും ആ സംഘടന 10ഉം 20ഉം സീറ്റ് ഉയർത്തി ചോദിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് പല പാർട്ടികളും പ്രതിസന്ധിയിലാകുന്നത്. കോൺഗ്രസ് അത്തരത്തിലാണ്. കോൺഗ്രസ് എല്ലാ കാലവും ഇത്തരത്തിലുള്ള സഖ്യ സംഘടനകളെ കൂടെ നിർത്തുകയും പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും സിറ്റിംഗ് സീറ്റുകൾ, കോൺഗ്രസിൻ്റെയൊക്കെ സിറ്റിംഗ് സീറ്റുകൾ ഈ പാർട്ടികൾ ചോദിക്കുന്ന ഒരു സാഹചര്യം വരും. അല്ലെങ്കിൽ ആ കൊടുത്തിട്ടുള്ള ഒരു വർഷത്തേക്കിന് കൊടുത്ത സീറ്റ്, അല്ലെങ്കിൽ ഒരു ടൈമിലേക്ക് കൊടുത്ത സീറ്റ് പിന്നീട് തിരിച്ചു ചോദിച്ചാൽ തരാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തി. ഇപ്പോൾ ബേപ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ഫ്ലെക്സ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി അൻവർ ബേപ്പൂരിലേക്ക് വരണം, ബേപ്പൂരാണ് പി വി അൻവറിന്റെ നാട് എന്ന് പറയുന്ന രീതിയിലേക്ക് വലിയ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. നിലമ്പൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് പി വി അൻവർ വരികയാണെങ്കിൽ വിജയം ഉറപ്പാകുമെന്ന് പല ആളുകളും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് മറ്റുള്ള ഫ്ലെക്സ് ബോർഡുകൾ വരുന്നത്. പി വി അൻവർ ബേപ്പൂരിന് വേണ്ട, പി വി അൻവർ ബേപ്പൂരിൽ വേണ്ട എന്നുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നൊരു സാഹചര്യം. പി വി അൻവറിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ നമുക്കറിയാം ബേപ്പൂര് പോലെയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പി വി അൻവറിനെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ പി വി അൻവർ നിന്നാൽ മത്സരിക്കുമെന്ന് ഉറപ്പുള്ള ചില പ്രതീക്ഷകളുണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ മതപരമായ വോട്ടുകളായിരിക്കാം. അതിനപ്പുറത്തേക്ക് അല്ല, അവിടെ ഇപ്പൊ നിലവിൽ റിയാസ് ആണ്. ഇപ്പോ റിയാസിനെ വെട്ടിക്കൊണ്ട് പി വി അൻവറിന് വരാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. റിയാസ് മന്ത്രിയാണ്, അതെ, പൊതുമരാമത്തിന്റെ മന്ത്രിയാണ്. അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനാണ്. അപ്പൊ ഒരുപാട് ഫാക്ടറുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ബേപ്പൂരിൽ പി വി അൻവർ വേണ്ട എന്ന് പറയുന്ന ഈ ഒരു ഫ്ലെക്സ് ബോർഡിന് പിന്നിൽ ഇത്തരത്തിൽ അമ്മായിയച്ഛനും മരുമകനുമാണ് എന്നുള്ള ട്രോളുകൾ വരുന്നതിന് സഖാക്കൾ പി വി അൻവറിനെ പേടിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടുവച്ചത്, സഖാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയാൻ കഴിയില്ല. രാത്രിയിൽ കൊണ്ടുവെക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾക്ക് ഉത്തരവാദിത്തം പറയാൻ ആരും വരാറില്ല, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അല്ല, ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരത്തിൽ പി വി അൻവറിനെ സ്വീകരിച്ചേക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില ആളുകളെങ്കിലും പി വി അൻവറിനെ എടുത്ത സമയത്ത്, അല്ലെങ്കിൽ പി വി അൻവറിനെ ഒരു അസോസിയേറ്റ് അംഗമായി സ്വീകരിച്ച സമയത്ത് പി വി അൻവറിന് സീറ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ള സാഹചര്യം ഉള്ളപ്പോൾ അതിനെതിരെ എതിർക്കുന്ന ചില ആളുകളായിരിക്കാം ഈ ഒരു ഫ്ലെക്സ് ബോർഡുകൾ വെച്ചത് എന്നുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. അല്ല, നമുക്കറിയാം പി വി അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ. ഞാൻ പല ആളുകളും പറയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ എന്ന് പറയുന്ന ഫാക്ടർ ഒരു വിഷയമേ അല്ല എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ പി വി അൻവർ ഒരു ഫാക്ടർ അല്ല എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പി വി അൻവർ ഒരു ഫാക്ടർ ആയിരുന്നു. ആ സമയത്ത് പ്രതിപക്ഷ സംഘടനകൾക്ക് ശക്തി പകരുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകൾക്ക് ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന രീതിയിൽ പിണറായി വിജയൻ സഖാവ് പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പി വി അൻവറിന് കഴിഞ്ഞു. കാരണം പിണറായി വിജയനോട് ഏറ്റവും അടുത്ത് നിന്നിട്ടുള്ള, പിണറായി വിജയനെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് സ്തുതിച്ചിരുന്ന പി വി അൻവർ ഒറ്റ രാത്രി കൊണ്ട് അത് എതിർത്തു പറയുകയും സ്വർണ്ണക്കൊള്ള മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ആരോപണങ്ങളും
പിണറായി വിജയൻ സഖാവിനെ എതിർക്കുവാനും സമരങ്ങൾ ചെയ്യാനും പ്രതിപക്ഷത്തിന് ശക്തി പകരുവാൻ അതൊരു കാരണമായിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം അത്രത്തോളം ശക്തിയുള്ള ഒരു സംഘടനയായിട്ട് മാറിയത്, സമരം ചെയ്യാനുള്ള ശക്തി ഉണ്ടായത്. ഈ പറയുന്ന പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി എന്നുള്ളതും അതിന്റെ യാഥാർത്ഥ്യം തന്നെയല്ലേ? സത്യം. അന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പി വി അൻവർ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പി വി അൻവർ ആദ്യത്തെ ടൈം പറയുകയാണ്, UDF ഏത് സ്ഥാനാർത്ഥി വന്നാലും ഞാൻ അവരെ പിന്തുണയ്ക്കും. ഷൗക്കത്താണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, VS ജോയി ആണെങ്കിൽ മാത്രം ഞാൻ പിന്തുണയ്ക്കും. അങ്ങനെ തെറ്റി അവസാനം പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വഴിയാധാരമായി നിന്ന പി വി അൻവറിനെ പിന്നീട് UDF എടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് UDF ഒരു ശക്തി പകരാൻ, അല്ലെങ്കിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് കേരളം ഒട്ടാകെ അലയടിക്കുന്ന രീതിയിലേക്ക് പി വി അൻവർ ഒരു ഫാക്ടർ ആയിട്ടുണ്ട്. നമ്മൾ പല ആളുകളും പറയും പി വി അൻവർ ഒരു ഫാക്ടറേ അല്ല എന്ന്, കോൺഗ്രസിന് തന്നെ പല ആളുകളും പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്തിന് വിലയുണ്ട്. ആ സമയത്താണ് പ്രതിപക്ഷം ശക്തമായിട്ട് മുന്നോട്ട് വന്നത്. പ്രതിപക്ഷത്തിന് പിന്നൊരു ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു തലത്തിലായിരുന്നു. പിന്നീട് അവിടെ നിന്നൊരു ഇടിവുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയത്തിലാണ്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയ രീതിയിൽ അഫക്ട് ചെയ്തിട്ടില്ലെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു ചെറിയ രീതിയിലെങ്കിലും അഫക്ട് ചെയ്യും. കാരണം പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനുള്ള ആ ഒരു ഊർജം എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൂടെ. പലപ്പോഴും പല കാര്യങ്ങളിലും വലിയ രീതിയിൽ ആർജവത്തോടെ ഞങ്ങൾ ഒന്നിച്ചാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒന്ന് അടിപതർന്ന സാഹചര്യത്തിലേക്ക്, പലരുടെയും നിലപാടുകൾ പലതാകുന്ന രീതിയിലേക്ക് അങ്ങനെ പോയപ്പോൾ പ്രതിപക്ഷവും ഇടറിയിട്ടുണ്ട്. അപ്പോൾ അത് കോൺഗ്രസിന് വന്നിട്ടുള്ളൊരു ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. അത് മാറ്റിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ നേതാവ് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. എത്രയൊക്കെ ഇല്ല എന്ന് തള്ളിക്കളയാൻ നോക്കിക്കഴിഞ്ഞാലും ഒരു മുഖമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാൾക്കെതിരെ നിലപാടുകൾ എടുക്കുമ്പോൾ, അയാൾക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ അത് ആ പാർട്ടിക്കാണ് ഗുണം ചെയ്യുന്നത്. സസ്പെൻഡ് ചെയ്തു, പക്ഷേ രാഹുൽ മാങ്കൂട്ടം പരിപാടിയിലേക്ക് വന്നു. രാഹുൽ മാങ്കൂട്ടം ഇനി 3 മാസത്തിന് ശേഷം തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതൊരു ഫാക്ടർ ആയിട്ടുണ്ട് സമരം ചെയ്യാനുള്ള. LDF ഒരു തിരിച്ചുവരവായിരുന്നു രാഹുൽ മാങ്കൂട്ടം സമരം ചെയ്യാൻ, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ആ സമയത്ത് പെൻഷനും കൂടെ ആയപ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളായി. അപ്പൊ ഞങ്ങൾ 2000 രൂപ പെൻഷൻ കൂട്ടിയിട്ടുണ്ട്. കണ്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം കണ്ടില്ലേ, പെണ്ണുപിടിയന്മാരാണ് ആ പാർട്ടിയിലുള്ളത് എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാൻ, സമരങ്ങളിലേക്ക് വരാൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എത്ര സമരങ്ങളാണ് ഇവിടുത്തെ DYFIക്കാരും SFIക്കാരും യുവമോർച്ചക്കാരും എല്ലാം നടത്തിയത്. CPMകാർ എത്ര പ്രതിഷേധങ്ങളാണ് ഉയർത്തിയത്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യം കോൺഗ്രസിനെ ഒന്ന് ഇരുത്തി കളഞ്ഞു. ആ ഇരുത്തത്തിൽ നിന്ന് കോൺഗ്രസ് ഈ ത്രിതല പഞ്ചായത്തിലെ വിജയത്തിൽ ഒന്ന് കയറിയിരിക്കുന്ന സമയത്താണ് ഒരുപാട് സംഘർഷങ്ങൾ കോൺഗ്രസിൽ രൂപപ്പെടുന്നത്. ഇതെല്ലാം ഇല്ലാതാക്കി ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കോൺഗ്രസ് തിരിച്ചുവരവുണ്ടാകും. ശക്തമായിട്ടുള്ള നിലപാടുകൾ ഏത് കാര്യത്തിലാണെങ്കിലും ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം, ഇവർ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരും, ഇവർക്ക് സമരം ചെയ്യാൻ കഴിയും, ഇവർക്ക് പ്രതിഷേധിക്കാൻ കഴിയും, ഇവർക്ക് അതിനുള്ള കരുത്തുണ്ട് എന്ന് ജനങ്ങൾക്ക് വിട്ടു കഴിഞ്ഞാൽ ജനങ്ങളെന്നും കോൺഗ്രസിനോടൊപ്പം നിൽക്കും. കാരണം എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് അവർ ഇന്ത്യക്കാരായതുകൊണ്ട്, ഇന്ത്യ ഉണ്ടാക്കിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനോടൊരു ആഭിമുഖ്യമുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് ശക്തമായിട്ട് തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞാൽ, തിരിച്ചു വരാൻ കഴിയുമെന്ന് അവർക്ക് തോന്നിയാൽ, ശക്തമായിട്ടുള്ള നേതാക്കന്മാരുണ്ട്, ശക്തമായിട്ടൊരു കൂട്ടമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് മാത്രമേ ജനങ്ങൾ വോട്ട് ചെയ്യൂ.